أعوذ بالله من الشيطان الرجيم للفقراء الذين أحصروا في سبيل الله لا يستطيعون ضربا في الأرض يحسبهم الجاهل أغنياء من التعفف تعرفهم بسيماهم لا يسألون الناس إلحافا وما تنفقوا من خير فإن الله به عليم. 273 വചനമാണ്. ലിൽഫുഖറാ അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ്. ലിൽഫുഖറാ ദരിദ്രന്മാർക്ക്, ഫഖീർ എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ഫുഖറ. അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട. അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ട അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്, ലാ യസ്തതിഊന അവർക്ക് സാധ്യമല്ല, കഴിയില്ല, ദർബൻ ഫിൽ അർദ് ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ, അഥവാ ഭൂമിയിലൂടെ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്, അവരെപ്പറ്റി ജാഹിൽ അറിവില്ലാത്തവൻ വിചാരിക്കുക അവരുടെ മാന്യത കണ്ടിട്ട് അവർ ധനികരാണ് എന്നാണ്. യഹ്സബുഹുമുൽ ജാഹിൽ, ജാഹിൽ അവരെക്കുറിച്ച് വിചാരിക്കും. ജാഹിൽ എന്ന് പറഞ്ഞാൽ അറിവില്ലാത്തവൻ, വിവരമില്ലാത്തവൻ. അഗ്നിയാ, ഈ ആളുകളെക്കുറിച്ച് അവർ ധനികനാണ് എന്ന് വിചാരിക്കും. മിനത് തഅഫുഫ്, അവരുടെ മാന്യത കൊണ്ട്, തഅഫുഫ് കൊണ്ട്, ആത്മാഭിമാനം പാലിക്കുന്നത് കൊണ്ട്. തഅരിഫുഹും ബിസീമാഹും, എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാൻ കഴിയും. താരിഫുഹും, നിനക്കവരെ തിരിച്ചറിയാം. ബിസീമാഹും, സീമ എന്ന് പറഞ്ഞാൽ അടയാളം, ലക്ഷണം. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. ലാ യസ്അലൂന അന്നാസ, അവർ ജനങ്ങളോട് ചോദിക്കുകയില്ല. ഇൽഹാഫ, വിഷമിപ്പിച്ചുകൊണ്ട്, നിരന്തരം ചോദിക്കാം ആണ് ഇൽഹാഫ്. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നല്ലതായ എന്തൊന്ന് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു അത് നല്ലപോലെ അറിയുന്നവനാണ്. 273 വചനമാണ്. ലിൽഫുഖറാഇല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതീഊന ദർബൻ ഫിൽ അർദ്, ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ സൗകര്യപ്പെടാത്ത വിധം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വ്യാപൃതരായിട്ടുള്ള ദരിദ്രന്മാർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക, നിങ്ങൾ ചെലവ് ചെയ്യുക, നിങ്ങൾ കൊടുക്കുക. യഹ്സബുഹുമുൽ ജാഹിലു അഗ്നിയാഅ മിനത് തഅഫുഫ്, അവരെപ്പറ്റി അറിവില്ലാത്തവൻ അവരുടെ മാന്യത കണ്ട് ധനികരാണ് എന്ന് വിചാരിച്ചേക്കും. തഅരിഫുഹും ബിസീമാഹും, എന്നാൽ അവരുടെ ലക്ഷണം കൊണ്ട് നിനക്കവരെ തിരിച്ചറിയാം. ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, ലാ യസ്അലൂന അന്നാസ ഇൽഹാഫാ, അവർ ജനങ്ങളോട് ചോദിച്ച് വിഷമിപ്പിക്കുകയില്ല. വമാ തുൻഫിഖൂ മിൻ ഖൈരിൻ ഫഇന്നല്ലാഹ ബിഹി അലീം, നല്ലതായ എന്ത് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിലും അള്ളാഹു അത് നല്ലതുപോലെ അറിയുന്നവനാകുന്നു. ലിൽ ഫുഖറാ, അപ്പം ഈ ആയത്ത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ വിഷയം എന്നുള്ളത്. ആർക്കാണ് സദഖ കൊടുക്കേണ്ടതെന്നാണ്, ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെലവഴിക്കേണ്ടത് എന്ന്. അത് സംശയമല്ല. ആർക്ക് വേണ്ടിയാ? ലിൽ ഫുഖറാ, ഫക്കീറുകൾക്ക് വേണ്ടിയാ. കാരണം എന്താ? നമുക്കറിയാം അല്ലാഹു തആല സദഖയെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനമുണ്ടല്ലോ, ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാഇ വൽ മസാകീൻ, തീർച്ചയായും നിങ്ങൾ സദഖകൾ നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് വിഭാഗം ആളുകൾ എണ്ണി പറയുന്നുണ്ട്. അവിടെ തുടങ്ങിയതെന്നാരാ? ഫുഖറ.
അപ്പോൾ ഫുഖറാകൾക്കാണ് കൊടുക്കേണ്ടത്, അതിൽ സംശയമല്ല. പക്ഷേ ഫുഖറാകൾ തന്നെ പല ഇനം കാണുമല്ലോ. ഫക്കീർ എന്ന് പറഞ്ഞാൽ എന്താ, അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫക്കീർ എന്ന് പറഞ്ഞാൽ ആരാ? ഫക്കീർ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട സംഗതി, രണ്ട് രീതിയിൽ വരും. ഫക്കീർ, മിസ്കീൻ ചേർത്ത് വരും, വേറെ വേറെയും വരും. ഫക്കീർ വേറെയും മിസ്കീൻ വേറെയും ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഫക്കീർ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഫക്കീർ എന്ന് പറഞ്ഞാൽ മൻ ലാ യംലിക്കു ഷൈഅൻ ഔ യംലിക്കു അഖല്ല മിൻ നിസ്ഫി കിഫായതി. ഫക്കീർ എന്ന് പറഞ്ഞാൽ അവൻ്റെ അടുത്ത് ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവൻ ആവശ്യമുള്ളതിൻ്റെ പകുതിയിൽ കുറച്ച് മാത്രമേ അവൻ്റെ അടുത്ത് ഉണ്ടാവുള്ളൂ. പകുതി ഉണ്ടാവില്ല എന്നർത്ഥം, പകുതിയിലും കുറച്ച്. അവനാണ് ആര്? ഫക്കീർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതോടൊപ്പം അധിക ഫക്കീർമാരും ചോദിക്കൂല, അതും ഫക്കീറിൻ്റെ ഒരു അടയാളമാണ്. ചോദിക്കൂല, അവന് ഭയങ്കര തഅഫുഫ് ഉണ്ടാവും. അത് ഈ ആയത്തിൽ തന്നെ വിശദീകരിക്കേണ്ടത് എങ്ങനെയാണ്, മനസ്സിലായില്ലേ? മിസ്കീനേക്കാൾ ആവശ്യക്കാരൻ ആരാണ്? ഫക്കീറാണ്. അത് നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്ത് തൗബയിലായത്തിൽ തന്നെ മനസ്സിലാക്കാം. സദഖ കൊടുക്കാൻ വേണ്ടിയുള്ള ആളുകളെ എണ്ണി പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞത് ആരെയാണ്? ഇന്നമസ് സദഖാതു ലിൽ ഫുഖറ. പിന്നെയാണ് എന്ത് പറഞ്ഞത്? വൽ മസാക്കീൻ. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഫക്കീറാണ് അഷദ്ദു ഹാജ മിനൽ ഏഷ് മിസ്കീൻ. മിസ്കീനേക്കാൾ ഏറ്റവും ആവശ്യമുള്ളവൻ ആരാണ്? ഫക്കീറാണ്. മിസ്കീൻ എന്ന് പറഞ്ഞാൽ ആരാ? മിസ്കീൻ എന്ന് പറഞ്ഞാൽ ഹുവ മൻ യംലിക്കു അമലൻ ഔ മാലൻ വലാകിന്നഹു ലാ യക്ഫീഹി ലിസദ്ദി ഇഹ്തിയാജാതിഹി അൽ അസാസിയ. അവന് ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ സ്വത്തുണ്ടാവും, പക്ഷേ അവൻ്റെ അടിസ്ഥാനാവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ അത് മതിയാവില്ല. അവന് ജോലി ഉണ്ടാവും, പക്ഷേ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് അവൻ്റെ അടിസ്ഥാന ആവശ്യം പൂർത്തീകരിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ സമ്പത്തുണ്ടാവും, സ്വത്തുണ്ടാവും, പക്ഷേ സ്വത്ത് കൊണ്ട് അവൻ്റെ അടിസ്ഥാന ആവശ്യം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. മനസ്സിലായി? എന്ന് വെച്ചാൽ അവൻ്റെ ആവശ്യത്തിന് വേണ്ട കുറച്ചൊക്കെ അവന് കിട്ടും. മിസ്കീൻ ഫക്കീറിൻ്റെ അത്ര മോശമല്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ അവൻ എന്തുണ്ടാവും? അവന് ചിലപ്പോൾ സ്വത്തുണ്ടാകും, വരുമാനം ഉണ്ടാകും, ഒക്കെ ഉണ്ടാവും. ഏതുപോലെ എന്ന് വെച്ചാൽ നമ്മൾ സൂറത്തുൽ കഹ്ഫിൽ കപ്പലിൻ്റെ ആൾക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ? അമ്മ സഫീനതു ഫകാനത് ലിമസാകീന യഅമലൂന ഫിൽ ബഹർ. ആ കപ്പൽ അത് കാനത്ത് ലിമസാകീൻ, മിസ്കീന്മാരുതായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്? മിസ്കീൻ അവിടെ എന്തുണ്ടാകാം? കപ്പലുണ്ടാകാം എന്നർത്ഥം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഫക്കീറും മിസ്കീനും വ്യത്യസ്തമായിട്ട് മനസ്സിലാകാനാണ് ഞാനത് പറഞ്ഞു തന്നത്. അപ്പോൾ ഫുഖറാകൾക്കാണ് കൊടുക്കേണ്ടത്. അത് സൂറത്ത് തൗബയിലും വിശദീകരിച്ചു. ഫുഖറായിനാണ് കൊടുക്കേണ്ടത്. പക്ഷേ പലതരം ഫക്കീറുകളുണ്ടാവും. ആദ്യം അർഹതയുള്ള ഫക്കീർ ആരാ? അതാണ് മനസ്സിലാക്കേണ്ടത്. ആദ്യം അർഹതയുള്ള ഫക്കീർ ആരാണ്? അതിവിടെ പറഞ്ഞു. അല്ലദീന ഉഹ്സിറു ഫീ സബീലില്ലാഹ്. അല്ലദീന ഉഹ്സിറു, അവർ തടഞ്ഞു വെക്കപ്പെട്ടവരാണ്. എന്ന് വെച്ചാൽ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല, പുറത്തു പോകാൻ കഴിയില്ല. എങ്ങനെ തടഞ്ഞു വെക്കപ്പെട്ടവർ? ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കപ്പെട്ടവർ. എന്ന് വെച്ചാൽ അവർക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തടഞ്ഞു വെക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അവർ ജിഹാദിന് വേണ്ടി ഉള്ളവരാണ്, അല്ലെങ്കിൽ അവർ ഇൽമ തേടുന്ന വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ അവർ മറ്റു ജോലികൾക്ക് പോകാൻ പറ്റാത്ത വിധം ദീനിയായ ജോലികളിൽ മുഴുകിയവരാണ്. ഇപ്പോൾ ഉദാഹരണം മുഅദ്ദിന്, ഇമാമ്, അങ്ങനെയൊക്കെ ആളുകളുണ്ടല്ലോ. ദീൻ പഠിപ്പിക്കുന്നവർ, ഹിഫ്ള് പഠിപ്പിക്കുന്ന, അങ്ങനെ കുറേ ആളുകളുണ്ട്. അവർക്കൊന്നും വേറെ ജോലിക്ക് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? പക്ഷേ ഈ ജോലി കൊണ്ട് എന്ത് പറ്റില്ല? വേണ്ടത്ര കിട്ടൂല. എന്നിട്ട് ഒന്നും കൂടി പറഞ്ഞു, ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. ഭൂമിയിൽ സഞ്ചരിച്ച് ഉപജീവനം തേടാൻ അവർക്ക് സൗകര്യം ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെയുള്ള ഫക്കീർ. അപ്പോൾ കൊടുക്കേണ്ട ഫക്കീറിൻ്റെ ഒന്നാമത്തെ സ്വഭാവം പറഞ്ഞത് അതാ.
മനസ്സിലായില്ലേ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ദാനധർമ്മം ആർക്ക് നൽകണമെന്ന് പൊതുവായ കാര്യമാണ് നേരത്തെയൊക്കെ പറഞ്ഞത്. മനസ്സിലായില്ലേ? എന്നിട്ട് അതിൽ മുൻഗണന അർഹിക്കുന്ന ആളുകളാണ്. മുൻഗണന അർഹിക്കുന്ന ഫക്കീർ ആരാണ്? അതിന് 3 ഗുണങ്ങൾ പറഞ്ഞു. 3 ഗുണങ്ങൾ. അതിൽ ഒന്നാമത്തതാണ് നമ്മളിപ്പോൾ വിശദീകരിക്കുന്നത്. ഇത് 3ഉം കൂടിയാലാണ് ഏറ്റവും മുന്തിയ പരിഗണന ഉള്ളത് കേട്ടോ. 3ഉം കൂടിയാൽ ഏറ്റവും മുന്തിയ പരിഗണന. ഒന്നാമത്തത് എന്താ? ഒന്നാമത്തത് അതാണ് നമ്മളിപ്പം ഇവിടെ പറഞ്ഞത്. എന്ത്? അവർ ഉഹ്സിറു ഫീ സബീലില്ലാഹ് ലാ യസ്തതിഊന ദർബൻ ഫിൽ അർദ്. അതാണ് ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധ്യമല്ലാത്ത വിധം അവർ ഫീ സബീലില്ലാഹ് അതിൽ വ്യാപൃതരാണ്. ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യാപൃതരാണ്. അവർ ദീനിൻ്റെ പ്രബോധകരാകാം, അല്ലെങ്കിൽ മതവിജ്ഞാന രംഗത്ത് പ്രവർത്തിക്കുന്നവരാകാം, അല്ലെങ്കിൽ ദീനിൻ്റെയും സമുദായത്തിൻ്റെയും ഒക്കെ മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിന് പ്രവർത്തിക്കുന്നവരാകാം, ആരുമാകാം. പിന്നെ ഇൽമിയായ ജ്ഞാനം, ദീനിയായ ഇൽമ് വിജ്ഞാനം തേടുന്നവരാകാം. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു വിഭാഗം ഉണ്ടാകണം സത്യത്തിൽ. യതഫഖഹൂന ഫിദ്ദീൻ, ദീനിൽ ഫിഖ്ഹ്, ദീനിൽ അവഗാഹമുള്ള ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗം ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ ആ വിഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഈ ഇനത്തിൽപ്പെട്ട 400-ൽ പരം ആളുകളുണ്ടായിരുന്നു. 400-ൽ പരം ആളുകൾ. അവർ പല സ്ഥലത്തു നിന്നും വന്നവരായിരുന്നു. അവരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പക്ഷേ അവരെക്കുറിച്ച് മാത്രമല്ല, പിന്നീടുള്ള അങ്ങനെയുള്ള എല്ലാവരെക്കുറിച്ചും. അവരെന്താ ചെയ്തിരുന്നത് വെച്ചാൽ, അവർ മദീനയിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവസിച്ച് ദീനിൽ അവഗാഹം നേടുകയായിരുന്നു. അഹ്ലുസ് സുഫ എന്നാണ് അവരെക്കുറിച്ച് പറഞ്ഞിരുന്നത്. അഹ്ലുസ് സുഫ, മനസ്സിലായില്ലേ? അവർക്ക് എങ്ങോട്ടും പോകാൻ നിർവാഹം ഉണ്ടായിരുന്നില്ല. അതാണ് അഹ്ലുസ് സുഫ, അല്ലെങ്കിൽ അസ്ഹാബു സുഫ എന്നൊക്കെ പറയും. അസ്ഹാബു സുഫ, മനസ്സിലായില്ലേ? അവർ മതവിജ്ഞാന സമ്പാദനമായിരുന്നു. അവരാണ് ഏറ്റവും കൂടുതൽ ഹദീസുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടാകുക, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകുക. മനസ്സിലായി? കാരണം അവർ നബിയുടെ കൂടെ ആയിരുന്നു. മനസ്സിലായില്ലേ? അതാണ് അങ്ങനെയുള്ള ഒരു വിഭാഗം. അങ്ങനെയുള്ള വിഭാഗം ഏതൊക്കെ കാലഘട്ടത്തിലുണ്ടോ അവരാണ് യഥാർത്ഥത്തിൽ ഇതിന് ഏറ്റവും കൂടുതൽ, ഈ സദഖയ്ക്ക് ഏറ്റവും കൂടുതൽ അർഹതയുള്ള ഒന്നാമത്തെ വിഭാഗം എന്നർത്ഥം. മനസ്സിലായില്ലേ? നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ് ഇത്. നമ്മൾ ശരിക്കും മനസ്സിലാക്കി പോകണം. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കൂടുതൽ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ.